താമരശ്ശേരി രൂപതയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. 44ാമത് മാധ്യമ ദിനത്തിൽ ഒരു പുതിയൊരു ചുവടുവയ്പ്പാണ് ഡയറക്ടർ ജെയിംസ് കുഴിമറ്റത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ് എന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, മാധ്യമങ്ങള്, സമ്പർക്ക മാധ്യമങ്ങള് സമൂഹത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന പൂർണ്ണ അറിവ് ഉള്ളവരാണ് നാം എല്ലാവരും. കഴിഞ്ഞ 50 വർഷങ്ങൾക്കുള്ളിൽ മാധ്യമരംഗത്തുണ്ടായിട്ടുള്ള വിസ്ഫോടനം നാം എല്ലാവരും തൊട്ട് അറിയുന്നവരാണ് ഓരോ ദിവസവും. വിയറ്റ്നാം യുദ്ധകാലത്ത് അമേരിക്കയുടെ സാമ്രാജ്യത്വ മോഹങ്ങള് ഒരു നിമിഷം തകർന്നു വീണത് ഒരു മാധ്യമ പ്രവർത്തകന്റെ ഒരു ഫോട്ടോഗ്രാഫി കൊണ്ടാണ് നമുക്കറിയാം. ബോംബെയിൽ ഭീതിയോടുകൂടി വിവസ്ത്രയായി ഓടുന്ന ഒരു കൊച്ചു ബാലികയുടെ ചിത്രം വളരെ പെട്ടെന്ന് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു. വിയറ്റ്നാം യുദ്ധത്തിൽ നിന്നും അമേരിക്കയ്ക്ക് പിന്മാറേണ്ടി വന്നു. അടുത്ത നാളുകളിൽ ചിലിയിൽ ഖനിയിൽ കുടുങ്ങിപ്പോയ വ്യക്തികൾ, അവർക്ക് വേണ്ടി ലോകം മുഴുവൻ പ്രാർത്ഥിച്ചു. അവരെ രക്ഷപ്പെടുത്തുന്ന രംഗങ്ങൾ വളരെ സജീവമായിട്ട് എല്ലാവരും ദർശിച്ചു. മാധ്യമ രംഗത്ത് വന്നിട്ടുള്ള മാറ്റം എത്ര അത്ഭുതാവഹമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മാധ്യമങ്ങള് ദി ഫോർത്ത് എസ്റ്റേറ്റ് എന്നാണ് മീഡിയയെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് നമുക്കറിയാം. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഇത് മൂന്നുമാണ് ജനാധിപത്യത്തിന്റെ പ്രധാന തൂണുകളെങ്കിൽ ജനാധിപത്യത്തെ പൂർണ്ണമായിട്ടും നയിക്കുന്നത്, പിടിച്ചു നിർത്തുന്നത് മീഡിയ, മാധ്യമങ്ങളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തർക്കമറ്റ സംഗതിയാണ്. മാധ്യമങ്ങളുടെ സേവനം എത്ര ശക്തമാണെന്ന് ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മാധ്യമങ്ങൾ നമുക്ക് ചെയ്യുന്ന സംഭാവന, ജനാധിപത്യത്തിന്റെ യാത്രയിൽ മാധ്യമങ്ങളുടെ സംഭാവന എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരുപക്ഷെ ആധുനിക ലോകത്തിൽ നാം ഏറ്റവും അധികം നേരിടുന്ന വെല്ലുവിളിയും മാധ്യമങ്ങളുടെ സാന്നിധ്യമാണ് എന്ന് നമുക്കറിയാം. പലപ്പോഴും മാധ്യമങ്ങൾക്ക് വേണ്ട വിധത്തിൽ പ്രവർത്തിക്കുവാൻ, സ്വാതന്ത്ര്യത്തോടുകൂടി പ്രവർത്തിക്കുവാനുള്ള അനുവാദമില്ല. പല രാജ്യങ്ങളും എപ്പോഴും സ്ക്യൂസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ സ്വാതന്ത്ര്യം നിഷേധിക്കാറുണ്ട് എന്ന് നമുക്കറിയാം. എപ്പോഴെല്ലാം അത് നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം ജനാധിപത്യം ഒരുപക്ഷെ തൽക്കാലത്തേക്ക് ഇല്ലാതാക്കപ്പെടുമെങ്കിലും പൂർവാധികം ശക്തിയോടുകൂടി മുന്നോട്ട് വരുന്നത് മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടിയാണ്. എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ നാം ദർശിക്കുന്നത് മാധ്യമങ്ങളുടെ ദുരുപയോഗം കൂടിയാണ്. മാനവകുലത്തിന്റെ നന്മയ്ക്കായിട്ട് എപ്പോഴും പ്രവർത്തിക്കേണ്ട മാധ്യമങ്ങൾ പലപ്പോഴും താല്പര്യങ്ങൾക്കായിട്ട് മാറുന്ന ദയനീയമായ കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. ഏറെ പ്രത്യേകമായിട്ട് ഇന്ത്യയുടെ പ്രത്യേക പരിസ്ഥിതി വെച്ച് നോക്കിയാൽ വ്യത്യസ്ത മതങ്ങള്, വിവിധ മതങ്ങള്, ജാതികള്, ആചാരങ്ങള്, വിശ്വാസങ്ങളെല്ലാം പുലർത്തി സ്നേഹത്തിലും ഐക്യത്തിലും നീങ്ങുന്ന ഇന്ത്യ എന്ന മഹാപ്രസ്ഥാനത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന സംവിധാനങ്ങൾ പലപ്പോഴും മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന്, രീതികൾ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതാണ് ഖേദകരമാണ്. മാധ്യമങ്ങൾ എപ്പോഴും സത്യത്തിനു വേണ്ടി, നീതിക്ക് വേണ്ടി, ധർമ്മത്തിനു വേണ്ടി നിലകൊള്ളാറുണ്ട് എന്ന് നമുക്കറിയാം. അത് മാധ്യമങ്ങൾ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ
എത്ര പുകഴ്ത്തിയാലും മതിയാവുകയില്ല. എന്നാൽ ഇന്ത്യയിലെ പ്രത്യേക സാഹചര്യത്തിൽ മാധ്യമങ്ങൾ കുറെ കൂടി നീതിബോധത്തോടുകൂടിയും കർത്തവ്യബോധത്തോടുകൂടി പ്രവർത്തിക്കേണ്ടതല്ലേ എന്ന് ചിന്തിക്കേണ്ട ഒരു ദിവസം കൂടിയാണ്. കൊലപാതകം നടക്കാത്തവരെ പാതകളായി ചിത്രീകരിക്കുവാൻ മാധ്യമങ്ങൾക്ക് ഒരു നിമിഷം മതി എന്ന് നമുക്കറിയാം. നിക്ഷിപ്തമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സത്യത്തെ വളച്ചൊടിച്ച് ഒരു സമുദായത്തെയും സമൂഹത്തെയും എല്ലാം ഇല്ലാതാക്കുവാൻ, രജോവധം ചെയ്യുവാൻ മാധ്യമങ്ങൾക്ക് സാധിക്കും. അതാണ് വലിയ വെല്ലുവിളി. മാധ്യമങ്ങൾ ഏറ്റെടുക്കേണ്ടത് വലിയൊരു ചാലക ശക്തിയായി നിന്നുകൊണ്ട് സമൂഹത്തിന്റെ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും കേരളത്തിന്റെ പ്രത്യേക പരിസ്ഥിതി വെച്ച് നോക്കിയാൽ പത്രങ്ങളിലും അതുപോലെ തന്നെ ഏറെ പ്രത്യേകമായി ടെലിവിഷനിൽ നാം കാണുക ഒരു നെഗറ്റീവ് അപ്രോച്ചാണ്. ഒരു പോസിറ്റീവ് അപ്രോച്ച് പലപ്പോഴും ടിവിയിലോ പത്രങ്ങളിലോ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഇറ്റലിയിൽ കുറച്ചു കാലം ജീവിച്ചൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയുവാൻ സാധിക്കും, ഇറ്റാലിയൻസ് എപ്പോഴും ഇന്ത്യക്കാരുടെ അതേ മനോഭാവമാണ്. എവിടെയെങ്കിലും ഒരു കൊലപാതകം നടന്നാൽ ആ കൊലപാതകം നടന്നതിന്റെ പൂർണ്ണ ചിത്രം, രക്തമൊഴുകുന്ന രീതി അതെന്തിനെയാണ് വന്നത്, ഇതെല്ലാം ടിവിയിൽ വളരെ മനോഹരമായിട്ടാണ് നന്നായിട്ട് ചിത്രീകരിക്കും. പിന്നീട് പിറ്റേ ദിവസം പോലീസ് അവിടെ വരുന്നു, ഗേറ്റ് തുറക്കുന്നു, പോലീസ് അതിലെ വണ്ണം കറങ്ങുന്നു. പ്രധാന വാർത്തകൾ അതുമായി ചുറ്റിപ്പറ്റിയുള്ളതാണ്. ഇത്തരം നെഗറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് ഇറ്റാലിയൻ മീഡിയയിൽ എപ്പോഴും കാണുവാൻ സാധിക്കും. കേരളത്തിൽ പലപ്പോഴും മാധ്യമങ്ങള് ഇത്തരം പ്രവർത്തനങ്ങള് വളരെ ഉത്സുകരാണ് എന്നുള്ളത് ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വികസനത്തിന്റെ രംഗത്ത് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കും, വികസനത്തെപ്പറ്റി എത്ര മനോഹരമായിട്ട് ചിത്രങ്ങൾ നൽകുവാൻ സാധിക്കും, റിപ്പോർട്ടുകൾ നൽകുവാൻ സാധിക്കും. എന്നാൽ പലപ്പോഴും അതെല്ലാം വളരെ ഒതുങ്ങി നിന്നതിന് ശേഷം വളരെ പരിമിതമായ രീതിയിൽ അതിനോട് അപ്രോച്ച് വളരെ പരിമിതമായ രീതിയാണ്. അതിനപ്പുറത്തായിട്ട് വിശാലമായ ദീർഘവീക്ഷണത്തോടുകൂടി പലപ്പോഴും മാധ്യമങ്ങൾ അതിനെ സമീപിക്കാറില്ല എന്നുള്ളത് ഖേദകരം. അത് ക്രിയാത്മകമല്ല. കൂടുതൽ ക്രിയാത്മകമായിട്ടുള്ള ഒരു നല്ലൊരു ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് വരും തലമുറയ്ക്ക് എപ്പോഴും സുസ്ഥിരമായിട്ടുള്ള ഒരു ജീവിതത്തെ സഹായിക്കുന്ന രീതിയിൽ നല്ലൊരു സംസ്കാരം കെട്ടിപ്പടുക്കുവാൻ മാധ്യമങ്ങൾ വളരെയധികം പരിശ്രമിക്കേണ്ടതുണ്ട്. ഇനിയും മീഡിയ സെന്റർ ഇവിടെ ആരംഭിക്കുമ്പോൾ, ഇവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ജെയിംസ് അച്ഛന്റെ നേതൃത്വത്തിൽ തീർച്ചയായിട്ടും വരുന്ന ആളുകളിൽ താമരശ്ശേരി രൂപതയുടെ പുരോഗതിക്ക് വേണ്ടി അക്ഷീണം പരിശ്രമിക്കുമെന്ന് മാത്രമല്ല, നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും വേണ്ടി അവരുടെ നന്മയ്ക്കായിട്ട്, പുരോഗതിക്കായിട്ട് വലിയ സംഭാവന നൽകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അച്ഛൻ ഈ വലിയ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ധാരാളം കാര്യങ്ങൾ ഈ രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടുതൽ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി മനോഹരമായ രീതിയിൽ വളരെ മുന്നോട്ട് പോകുവാൻ അച്ഛന് സാധിച്ചു. കൂടുതൽ സാധിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിച്ചുകൊണ്ട് ഈ മീഡിയ സെന്റർ ധാരാളം ആളുകൾക്ക്, എല്ലാ വിഭാഗത്തിലുള്ള നാനാതുറയിലുള്ള എല്ലാവർക്കും ഉപകാരപ്രദമായി തീരട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ അനുഗ്രഹം അപേക്ഷിച്ചുകൊണ്ട് ഇതിന്റെ വിജയത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താമരശ്ശേരി രൂപത മീഡിയ സംഗമത്തിൽ വന്നു നിൽക്കുവാൻ തീർച്ചയായും എനിക്കേറെ സന്തോഷമുണ്ട്. പക്ഷേ ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ. ഞാൻ പ്രസംഗിക്കുന്നത് കേൾക്കാൻ എന്റെ സഹപ്രവർത്തകൻ KF ജോർജും ഈ വേദിയിലുണ്ട്, ഈ സദസ്സിലുണ്ട് എന്നതാണ്. ജോർജ് സാറിനെ ഇരുത്തിക്കൊണ്ട് ഞാൻ എന്താണ് എന്റെ മികവുകൾ പറയുക എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചു പോകാൻ ഏറെ നേരം ആലോചിക്കുകയുണ്ടായി. പക്ഷേ ഞങ്ങളുടെ സ്റ്റാഫിൽ വളരെ സീനിയറായിട്ടുള്ള ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള, പത്രപ്രവർത്തനത്തിൽ സ്വന്തം മേൽവിലാസം ഉണ്ടാക്കിയിട്ടുള്ള ശ്രീ ജോർജ് സാറിന്റെ സാന്നിധ്യം ഈ സദസ്സിന് തന്നെ ഒരു അലങ്കാരമാണ് എന്ന് നൽകിയിട്ടുള്ളത്. നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. നമ്മളെ ഭരിക്കാനുള്ള കുറെ ആളുകൾ നമ്മൾ തെരഞ്ഞെടുത്തു. വാസ്തവത്തിൽ
തെരഞ്ഞെടുപ്പ് അത് മാത്രമല്ല 5 കൊല്ലത്തേക്ക്